വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ മനസ്സിലോട്ട് ആദ്യം വരുന്ന രണ്ട് മുഖങ്ങളാണ്. ഒന്ന് സമീർ, നമ്മുടെ സോഷ്യൽ മീഡിയ കൺവീനർ. രണ്ടാമത് അരുൺ. അരുണിനെ ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പാണ് ഞാൻ പരിചയപ്പെടുന്നത് ഒരു കമ്മിറ്റിയിൽ. അപ്പോൾ അരുണിൻ്റെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതിൻ്റെ ബാക്കിൽ നിൽക്കേണ്ട ആവശ്യമില്ല, അത് അങ്ങ് നടന്നു പോയിക്കോളും. അപ്പം അതുകൊണ്ട് തന്നെ ഈ തവണ ചില കമ്മിറ്റികൾ, അതായത് ഇത്തവണത്തെ പൊന്നോണക്കാഴ്ചയുടെ കമ്മിറ്റികൾ നമ്മൾ രൂപീകരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു എൻ്റെ കമ്മിറ്റികളിൽ എനിക്ക് വേണമെന്ന് ഞാൻ ആകെ വാശി പിടിച്ച ഒരാൾ അരുണാണ്. അപ്പോൾ ഈ ഒരു ബുക്കിൻ്റെ കാര്യം, അതായത് എൻ്റെ കലാലയം, അക്കാഫ് എൻ്റെ കലാലയം സീരീസ് 2 നമ്മൾ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് എല്ലാ കോളേജുകളെയും പോലെ ഇനീഷ്യൽ ഇൻട്രസ്റ്റുമായിട്ട് GC വന്നായിരുന്നു. പക്ഷെ അതിനുശേഷം ചെറുതായിട്ടൊന്ന് സ്ലോ ഡൗൺ ആയി. പക്ഷെ ആ സമയത്ത് അരുൺ ഉണ്ട് എന്നുള്ളത് കൊണ്ട് എനിക്ക് ഉറപ്പായിരുന്നു എങ്ങനെയെങ്കിലും ഈ ബുക്ക് ഇറങ്ങും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പായിരുന്നു. കാര്യം ഈ ബുക്കിൽ അരുണിൻ്റെ പേരൊന്നും കാണുന്നില്ല, എഡിറ്റേഴ്സിൻ്റെ കോളത്തിൽ അരുണിൻ്റെ പേരൊന്നും കാണുന്നില്ലെങ്കിൽ പോലും എനിക്കറിയാം അരുൺ ഇതിനകത്ത് ഇട്ടിട്ടുള്ള എഫേർട്ടും കാര്യങ്ങളും. അതുപോലെ തന്നെ സമീറും. നമ്മളുടെ അക്കാഫിൻ്റെ എല്ലാ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും എല്ലാം നിങ്ങൾ കാണുന്നുണ്ടാവും. അതിൻ്റെ എല്ലാം പിന്നിൽ ഉള്ള ബുദ്ധി കേന്ദ്രം നമ്മുടെ സമീറാണ്. അപ്പോൾ ഈ 2 പേര് അക്കാഫിന് വേണ്ടിയിട്ട് ഇത്രയധികം എഫർട്ട് ഇടുന്ന 2 പേരുടെ ഒരു കോളേജിൽ നിന്നും ബുക്ക് ഇറങ്ങും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ലായിരുന്നു. നമുക്ക് 100% ഉറപ്പായിരുന്നു. പിന്നെ മൂന്നാമതാണ്, ദീപ് പറഞ്ഞ പോലെ തന്നെ എനിക്ക് തോന്നുന്നു ആർട്ടിക്കിൾസ് കംപ്ലീറ്റ് ചെയ്യുന്ന 3ാമത്തെ കോളേജാണ്. പിന്നെ ഇവിടെ ഇരിക്കുന്ന ആർട്സ് കോളേജ് ആൾക്കാരൊന്ന് ക്ഷമിക്കണം. ആദ്യം കംപ്ലീറ്റ് ചെയ്ത 3 കോളേജുകളും എഞ്ചിനീയറിംഗ് കോളേജ് ആയിരുന്നു എന്നത് ഒരു ചെറിയ അഭിമാനം. സോറി. ഓക്കെ. പിന്നെ നിങ്ങളുടെ മനോഹരമായ കവറ് നിങ്ങളുടെ ആ ഒരു നൊസ്റ്റാൾജിയും എല്ലാം കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. മനോഹരമായ പേര് മഞ്ഞുതുള്ളികൾ. അപ്പോൾ ഇനിയും ബുക്ക് ഇറങ്ങാനായിട്ട് കുറച്ച് കടമ്പകൾ കടക്കാനുണ്ട്. പ്രൂഫ് റീഡിങ് കംപ്ലീറ്റ് ചെയ്യണം, പ്രിൻറ്റിങ്, അങ്ങനെ പല പല ഘട്ടങ്ങളിലോട്ടും പോകേണ്ടതുണ്ട്. അപ്പോൾ ഇനിയുള്ള മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും എല്ലാ ആശംസകളും. ഒപ്പം ഈ ബുക്കിൽ എഴുതിയവർക്ക്, ഇതിൽ ലേഖനങ്ങൾ എഴുതിയവർക്ക് എല്ലാ ആശംസകളും. പിന്നെ ഒരു കാര്യം ഓർത്തു വെച്ചോളൂ, ഈ ബുക്ക് ഇറങ്ങിയതിന് ശേഷം ഇതിൽ ലേഖനങ്ങൾ എഴുതാത്ത ഓരോരുത്തർക്കും ഒരു നഷ്ടബോധമായിരിക്കും എന്നുള്ളതിൽ 100% ഉറപ്പുണ്ട്. അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുന്നതാണ്. അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.